നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ റഫീഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം ബാഴ്സലോണയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇടം പിടിച്ചു. പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നതാണ്. റയൽ ബെറ്റീസിനെതിരെ ഇരട്ട ഗോളുകൾ, ഒരു ഫ്രീ കിക്ക് ഗോളടക്കം അദ്ദേഹം പൊളിച്ചടുക്കി എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ മാർച്ച് 22 ശേഷം ആദ്യമായിട്ടാണ് റഫീഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ മികച്ച പ്രകടനം നടത്തുകയാണ്. വേൾഡ് കപ്പിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ കൂടുതൽ മികവിലെത്തുമെന്ന പ്രതീക്ഷയിൽ ബ്രസീലിയൻ ആരാധകരും കാത്തിരിക്കുകയാണ്. ഹൻസി ഫ്ലിക്ക് റാഫീഞ്ഞയെക്കുറിച്ച് പറയുന്നു, റാഫീഞ്ഞ ഈസ് അൺബിലീവബിൾ, അവിശ്വസനീയമാണ്. ഈ ഒരു ലെവലിൽ അവൻ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്. അവനിവിടെ ഉണ്ടാകും, അവൻ ബാഴ്സയിൽ തുടരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് വർഷങ്ങളിൽ അവൻ തുടരും. ഐ എം ഹാപ്പി ടു ഹാവ് ഹിം ബാക്ക്. പരിക്കിൽ നിന്ന് മുക്തനായിട്ട് അവൻ തിരികെ എത്തിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നു. നോക്കുക, മാർച്ച് 22 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 മാസത്തിനടുത്തായി അദ്ദേഹം ഒരു കളി സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3-1 ടീം വിജയിക്കും. അത് 2 ഗോളും അദ്ദേഹത്തിൻ്റെ വകയാണ്. 5 ഷോട്ടുകൾ തീർത്തു, അതിൽ 4 ഓൺ ടാർഗറ്റായിരുന്നു. എക്സ്പെക്റ്റഡ് ഗോൾ എന്ന് പറഞ്ഞാൽ 0.39 ആണ്. 2 കീ പാസുകൾ, 3 ഡ്യുവൽസിൽ 2 അദ്ദേഹം വിൻ ചെയ്തു. 3 ബോളുകൾ അദ്ദേഹം റിക്കവർ ചെയ്തു. കിടിലൻ പ്രകടനം. sofascore.com അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് 9.4 ആണ് റേറ്റിംഗ് എന്ന കാര്യം കൂടി അറിയുക. റാഫീഞ്ഞ വീണ്ടും ഫോമിലാണ്. ബാഴ്സയ്ക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് ഒരുപാട് വർഷങ്ങളിലേക്ക്. ബ്രസീലിന് എന്തായാലും ഈ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ഫോം അത്യാവശ്യവുമാണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.